എന്നുവെച്ച് ആവശ്യമില്ലാത്ത എല്ലാ ടെൻഷനും കൂടി എടുത്ത് തലയ്ക്കകത്ത് കൊണ്ടുവച്ച് നടക്കരുത്. നീ വീണുപോവും. നീ വീണുപോയാ ഈ ചേച്ചിക്ക് പിന്നെ ആരാ ഉള്ളേ? നിന്നോടെ ദീപക്കിന് എന്തോ പറയാനുണ്ടെന്ന്. അമ്മാവ, നിനക്കെന്താ പറയാനുള്ളത്? എന്റെ ഒരു സംശയമാണ്. പക്ഷേ എന്റെ ആ സംശയം 100% സത്യമാണോന്ന് എനിക്കറിയില്ല. കാര്യം എന്താന്ന് വെച്ചാ വ്യക്തമായിട്ട് പറയൂ. അതായത് അമ്മാവിന്റെ കാറില് മയക്കുമരുന്ന് വെച്ചത് റോഹനാണോന്ന് എനിക്കൊരു സംശയം. അതെന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? അതായത് അമ്മാവനെ എങ്ങനെയും ഇംപ്രസ് ചെയ്യിക്കാനാ അവന്റെ ശ്രമം. അമ്മാവന്റെ വിശാലമായ സ്നേഹമൊക്കെ അവന് പിടിച്ചു പറ്റണം. അതിന് ഇങ്ങനൊരു വേല ചെയ്ത എന്താന്ന് അവൻ ചിന്തിച്ചാണ്. കുറെ നേരത്തേക്ക് നിന്നെ മുൾമുനയിൽ നിർത്താൻ അവന് കഴിഞ്ഞില്ലേ? അതുവഴി നിന്റെ സ്നേഹവും അവന് കിട്ടി. ഞാനൊരു ജനപ്രതിനിധി മാത്രമല്ല, ഒരു മിനിസ്റ്ററും കൂടിയാ. ഹോം മിനിസ്റ്റർ അവർക്ക് സസ്പെൻഷൻ ഓർഡർ ഇട്ടതാ. ഞാനത് തടഞ്ഞത്. ഞാൻ മയക്കുമരുന്ന് കടത്തിന്ന് പറഞ്ഞ ആരാ വിശ്വസിക്കുക? എന്നാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഏട്ടാ. അതെ, അതും ശരിയാ. അതെ, ആ റോഹൻ ഇതൊക്കെ ചെയ്യും. അവനെ കണ്ടാൽ അറിയില്ലേ ഒരപലക്ഷണം പിടിച്ച ചെറുക്കനാണെന്ന്. അല്ല, യാമിനി പറഞ്ഞപ്പോഴാ ഞാനതറിഞ്ഞ്. അവൻ നമ്മുടെ ഋതുമോളോട് ചെയ്ത മര്യാദ കേട്. എന്ത് വൃത്തികെട്ടവനവൻ. അവളുടെ വെർജിനിറ്റിയിൽ അവന് സംശയം. അവന്റെ തലക്കെട്ടിട്ട് കൊട്ടുകൊടുക്കണം. അവനൊരു മാനസിക രോഗിയാ പ്രതാപ. അമ്മ പറയുന്നത് കറക്റ്റാ. അവന്റെ മാനറിസം കണ്ടാൽ തന്നെ മനസ്സിലാവും. അവനെ സകലമാന മയക്കുമരുന്നും വലിച്ചു കയറ്റും. ഒരു ഭ്രാന്തനാ. ദേ, എന്താന്ന് വെച്ചാ നീ ഇത് പറ. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു ചേച്ചി. എന്റെ ഒരു സഹപ്രവർത്തകന്റെ അഞ്ചന്റെ മകനായതുകൊണ്ട് റോഹൻ വളരെ നല്ലവനായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ അവൻ വെറും ഫ്രോഡായിരുന്നു. ഒരു നാലാംകട ക്രിമിനൽ. എന്നിട്ട് എന്താ ഉണ്ടായേ? പറയാം. രാജു അപകടം മനസ്സിലാക്കി എനിക്ക് നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. മാത്രമല്ല ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാപ്പ്. ഞാൻ അവിടെ ചെന്നപ്പോ ഭാഗ്യം കൊണ്ട് മാത്രമല്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. രാജു സാറേ, അതെ, തക്ക സമയത്ത് രാജുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പ്രതിയെ ജീവനോടെ തിരിച്ചു കിട്ടിയത്. ആ റോഹൻ എന്ന് പറയുന്നവൻ ഒട്ടും ശരിയല്ലെന്ന് അവൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. അവനൊരു സൈക്കോയാ.
അവൻ ഈ സിറ്റിയിലെ നമ്പർ 1 ക്രിമിനലാ. എന്നിട്ട് അതെന്താ നീ നേരത്തെ എന്നോട് പറയാത്ത? ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിച്ചിട്ട് വേണ്ടേ? നിന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ തന്നെയല്ലേ ദീപക്കെ? രാജു, വേദന കൂടുതലുണ്ടോ? ഇല്ല മാഡം, കുഴപ്പമില്ല. ഡോക്ടർ അതിനുള്ള മെഡിസിൻ തന്നിട്ടുണ്ട്. എനിക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി മരിക്കാൻ തയ്യാറായതവൻ. സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും വീർപ്പ് മുട്ടിക്കുന്ന ഇവനെ പോലുള്ള ചെറുപ്പക്കാരെ ഈ ജനറേഷനിൽ കാണാൻ കിട്ടുമോ? ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കാൻ ഇവൻ എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല.